ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റവ ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല മൊരിഞ്ഞ് വരുന്നൊരു റവ ദോശയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. വറുക്കാത്ത റവയാണ് കേട്ടോ. പിന്നെ അതുപോലെ 1 കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടുള്ള പച്ചരിപ്പൊടിയാണ് കേട്ടോ. റോസ്റ്റഡ് റൈസ് ഫ്ലോർ. പിന്നെ അതുപോലെ 1/2 കപ്പ് മൈദ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത 1/4 കപ്പ് നല്ല കട്ട തൈര്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ, അത് മുരിഞ്ഞ് വരുമ്പോഴേക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ മല്ലിയില ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, ക്യൂമിൻ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 5.5 കപ്പ് വെള്ളമാണ് ടോട്ടലായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം, മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിത് അരമണിക്കൂർ മാറ്റി വെക്കേണ്ടതുണ്ട്. പിന്നീടാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബാക്കി 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ റവ ഒക്കെ നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ മാറ്റി വെക്കുന്നത്. അപ്പോൾ ആദ്യം 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ടോട്ടലായിട്ട് വേണ്ടത് 5.5 കപ്പ് വെള്ളം. അപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ ഈ റവ ഒക്കെ ഇതിൽ അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കുമ്പോൾ റവ ഒക്കെ നന്നായിട്ട് കുതിരും. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ ഇത് അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ടോട്ടലായിട്ട് ഞാൻ പറഞ്ഞ പോലെ 5.5 കപ്പ് വെള്ളമാണ്. ആദ്യം 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2.5 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലൂസായിട്ടുള്ള മാവാണ് കേട്ടോ ഇതിന് വേണ്ടത്, തിക്കായിട്ടുള്ള മാവല്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ റവ ദോശ ഉണ്ടാക്കുമ്പോൾ, ഓരോ ദോശ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം പാനിലോട്ട്, ദോശ ചട്ടിയിലോട്ട് ഒഴിക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത്രയും ലൂസായിട്ട് വേണം ഇതിൻ്റെ മാവ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് നന്നായി ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു തവി മാവ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ മൂടി വെക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയോ, മുകളിലോട്ടും സൈഡിലോട്ടൊക്കെ കുറച്ച് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1-2 ടീസ്പൂണ് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് വീണ്ടും ഇത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വീണ്ടും മൂടി വെക്കുക. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. പിന്നെ നിങ്ങൾക്ക് നല്ലോണം മുരിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചാൽ മതി. അപ്പോൾ ചെറുതായിട്ടെങ്കിലും മുരിഞ്ഞില്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഇളകി വരില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം ഇതുപോലെ മാറ്റിയാൽ മതി. അപ്പോൾ നല്ലൊരു റവ ദോശയാണിത്. ഇതുപോലെ നമുക്ക് എല്ലാ മാവും ഇതുപോലെ ചുട്ടെടുക്കാം. എണ്ണ തടവി കൊടുക്കുന്നെങ്കിൽ ചെറുതായിട്ട് തടവി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
നമ്മൾ ഓരോ തവി മാവ് ചേർത്ത് കൊടുക്കുമ്പോഴും നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചുട്ടെടുത്താൽ മതി. ഹൈ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം ആ ഒരു രീതിയിൽ വെക്കാം കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോകാതെ നോക്കണം. കറക്റ്റ് ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് മാറ്റിയാൽ മതി. ഇത് നന്നായിട്ട് അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് മാറ്റാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഇളകി വരില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്